ഒത്തിരി പേർക്കും കാണാപ്പാട് അറിയാവുന്ന ഒരു സങ്കീർത്തനമായിരിക്കും 57-ാം സങ്കീർത്തനം. എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് എന്തെങ്കിലും റിലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്ന് കേട്ടോണ്ടിരിക്കുന്ന ഈ സമയത്ത് പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയമെടുത്ത് വായിക്കാനല്ല പറയണത്, ധ്യാനിക്കണം, ആരാധിച്ചുകൊണ്ട് ഇത് പാടി പ്രാർത്ഥിക്കണം. 57-ാം സങ്കീർത്തനം, Psalm 57. ദാവീദ് ഗുഹയിലിരുന്ന് സാവൂളിനെ പേടിച്ച് നിന്നൊരു സാഹചര്യത്തിൽ അവിടെ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒരാളെ കുറിച്ച് ഓർത്തു, കർത്താവിനെ കുറിച്ച്. 57-ാം സങ്കീർത്തനത്തിന്റെ ആരംഭത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ദാവീദ് ചങ്കുപൊട്ടി നിലവിളിച്ച് പറയുന്നുണ്ട്, കർത്താവേ എന്നോട് കൃപ തോന്നണമേ, എന്നെ ഒന്ന് സഹായിക്കണമേ. എന്നിട്ട് ദാവീദിനുള്ള വലിയൊരു ബോധ്യം ദാവീദ് വിളിച്ചു പറയുന്നുണ്ട്, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന എന്റെ ദൈവത്തെ തന്നെ. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ നിങ്ങളിപ്പോ കടന്നു പോകുന്ന ഏത് സിറ്റുവേഷനിലും ഈ ഒരു ഇരുട്ടിൽ, ഈ ഒരു ഗുഹയിൽ, ഈ ഒരു ഭയത്തിൽ, ഈ ഒരു നാണക്കേടും നിങ്ങളെ പിടിച്ചുണർത്താൻ ഇത്രയും ശക്തമായ മറ്റൊരു വചനം ഈ 57-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ തന്നെ നിറച്ച് കുലുക്കി എനർജി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വായിക്കണം. അത്യുന്നതനായ ദൈവത്തെയാണ് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നത്, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും ദൈവം, എനിക്ക് ജീവൻ നൽകിയത്